പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ മോട്ടിവേഷൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് കൈകളുമില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സാധാരണ അങ്ങനെയുള്ളവ കൈകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കാലുകൊണ്ട് ചെയ്യാൻ ശീലിക്കും. പക്ഷേ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? എഴുതാനും ഭക്ഷണം കഴിക്കാനും മുടി ചെയ്യാനും തുടങ്ങി ഒരാൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കും. ഒരുപക്ഷെ ചിലർ ചിത്രം വരയ്ക്കാനും നീന്താനും തുടങ്ങിയ കാര്യങ്ങളും ചെയ്തേക്കാം. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വാശിയുള്ളവ കൂടിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത കാർ ഓടിക്കാൻ ശ്രമിച്ചേക്കാം. അമേരിക്കക്കാരിയായ ജെസ്സിക്ക കോക്സ് എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും അവരെക്കുറിച്ച് അറിയണം. ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നതിൻ്റെ പേരിൽ അതേക്കുറിച്ച് ചിന്തിച്ച് നിരാശരായി തന്നിലേക്ക് തന്നെ ചുരുങ്ങി വലിയ അപകർഷതാബോധത്തോടെ കഴിയുന്ന ആർക്കും അവർ വലിയ പ്രചോദനമായി തീർന്നേക്കാം. ജെസ്സിക്ക കോക്സിൻ്റെ ജനനം 1993 ഫെബ്രുവരി 2 അമേരിക്കയിലെ അരിസോണ പ്രോവിൻസിലെ സീറ വിസ്റ്റയിലായിരുന്നു. ഒരു അപൂർവ ജന്മ വൈകല്യം മൂലം ഇരു കൈകളുമില്ലാതെയാണ് അവർ ജനിച്ചത്. പക്ഷെ അതേക്കുറിച്ച് നിരാശപ്പെട്ട് കഴിയാൻ അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യത്തോടെ ജനിച്ചവരെ പോലെ ജീവിക്കാനാണ് ജെസ്സിക്ക എപ്പോഴും ശ്രമിച്ചത്. ആദ്യകാലങ്ങളിൽ കൃത്രിമ കൈകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും 14 വയസ്സ് തികഞ്ഞതിനു ശേഷം അത് ഉപയോഗിച്ചിട്ടില്ല. ജെസ്സിക്ക കോക്സ് 2005 അരിസോണ സർവകലാശാലയിൽ നിന്ന് മനഃശാസ്ത്രത്തിൽ ബിരുദവും ആശയവിനിമയത്തിൽ മൈനർ ബിരുദവും നേടി. സാധാരണ എല്ലാ ആളുകളും കൈകൾ ഉപയോഗിക്കുന്നത് പോലെ കാലുകൾ ഉപയോഗിച്ച് ലൈസൻസ് ഉള്ള കാർ ഓടിക്കാനും മിനിറ്റിൽ 25 വാക്കുകൾ എന്ന വേഗതയിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യാനും സ്വന്തം കാറിൽ ഗ്യാസ് പമ്പ് ചെയ്യാനും കോണ്ടാക്റ്റ് ലെൻസുകൾ ഇടാനും നീക്കം ചെയ്യാനും അവൾ നിഷ്പ്രയാസം പഠിച്ചു. ഒരു സർട്ടിഫൈഡ് സ്കൂബ ഡൈവർ കൂടിയായിരുന്നു അവൾ. ഏബിൾ ഫ്ലൈറ്റ് സ്കോളർഷിപ്പിലൂടെ പാരിഷ് ട്രാവിക്കിൻ്റെ കീഴിൽ അവർ ഫ്ലൈറ്റ് പരിശീലനം നേടുകയും 2004 കോക്സ് ആദ്യമായി ഒറ്റ എഞ്ചിൻ വിമാനം പറത്തുകയും ചെയ്തു. 3 വർഷത്തെ പരിശീലനത്തിന് ശേഷം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ലൈറ്റ് സ്പോർട്സ് വിമാനമായ എർക്കോ 415C എന്ന വിമാനം പറത്താനുള്ള സ്പോർട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുകയും 2008 ഒക്ടോബർ 10 എയർകൂപ്പ് വിമാനം പറത്തിക്കൊണ്ട് ജെസ്സിക്ക ചരിത്രത്തിൽ ഇടം നേടുകയുമുണ്ടായി. 1940കളിൽ രൂപകൽപ്പന ചെയ്ത വിമാനം റഡർ പടലുകൾ ഇല്ലാതെയാണ് നിർമ്മിച്ചത്. ഈ രൂപകൽപ്പന കോക്സിന് 2 കാലുകൾ കൊണ്ട് നിയന്ത്രിച്ച് പറത്താൻ എളുപ്പമായിരുന്നു. വൈകല്യം എന്നാൽ കഴിവില്ലായ്മയല്ല എന്ന റൈറ്റ് ഫുട്ട് ഫൗണ്ടേഷൻ ഇൻ്റർനാഷണലിൻ്റെ മോട്ടോ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവ ഈ വിമാനം പറത്തി പ്രൊമോഷൻ ചെയ്തിരുന്നു. 1990 അമേരിക്കൻ സെനറ്റർ ടോം ഹാർക്കിൻ സെനറ്റിൽ അവതരിപ്പിച്ച പ്രസിദ്ധമായ ഒരു ബില്ലുണ്ടായിരുന്നു, അമേരിക്കൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന പേരിൽ. അതിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കാൻ അദ്ദേഹത്തെയും കൂടെയിരുത്തി വാഷിംഗ്ടൺ DC സമീപം കോക്സ് വിമാനം പറത്തി ലോകശ്രദ്ധ നേടുകയുണ്ടായി. തായ്ക്കൊണ്ടോയിൽ പരിശീലനം ആരംഭിച്ച കോക്സ് 14 വയസ്സുള്ളപ്പോൾ തന്നെ തൻ്റെ ആദ്യ ബ്ലാക്ക് ബെൽറ്റ് നേടി. അമേരിക്കൻ തായ്ക്കൊണ്ടോ അസോസിയേഷൻ ക്ലബിൽ ATA ജെസ്സിക്ക കോക്സ് തായ്ക്കൊണ്ടോ പരിശീലനം ആരംഭിച്ചതിനാൽ ഭാവിയിലെ വിദ്യാർത്ഥികളെ ആയുധങ്ങൾ ഉപയോഗിക്കാതെ പഠിക്കുന്നതിനായി ATAയിലെ കരിക്കുലം തന്നെ അവർ പരിഷ്കരിച്ചു. ഉദാഹരണത്തിന് പഞ്ചിന് പകരം കാൽമുട്ട് സ്ട്രൈക്ക് നടത്തുക. അതിനുശേഷം കോക്സ് ATAയിൽ നിന്ന് 2ാമത്തെയും 3ാമത്തെയും ബ്ലാക്ക് ബെൽറ്റുകൾ നേടി. പിന്നീട് 2019 കോക്സ് 4ാം ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റും നേടുകയുണ്ടായി. അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടം. നേരത്തെ 2014 അരിസോണ സ്റ്റേറ്റ് ചാമ്പ്യൻ എന്ന പദവിയും കോക്സ് നേടിയിട്ടുണ്ട്. നിലവിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി കോക്സ് പ്രവർത്തിക്കുന്നു. ഇതിനോടകം നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചുള്ള മോട്ടിവേഷണൽ പ്രഭാഷണങ്ങൾ വഴി അനവധി പേർക്ക് പ്രചോദനം നൽകാൻ ഇടവരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളിലൂടെ സ്വന്തം വെല്ലുവിളികളെ മറികടക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനായി ഡിസ്ആം യുവർ ലിമിറ്റ്സ് എന്ന ആത്മകഥാപരമായ പുസ്തകം കോക്സ് പ്രസിദ്ധീകരിച്ചു. ടെസ്ലയുടെ ഇൻകോർപ്പറേറ്റഡ് ഇലക്ട്രിക് കാർ ഓടിക്കുന്ന കോക്സ് റൈറ്റ് ഫുട്ടഡ് എന്ന ഡോക്യുമെൻ്ററിയുടെ കേന്ദ്ര കഥാപാത്രമാണ്. എമ്മി അവാർഡ് ജേതാവായ ചലച്ചിത്ര നിർമ്മാതാവ് നിക് സ്പാർക്കാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആംലെസ് സർഫിംഗ്, ആംലെസ് സ്കൂബ ഡൈവിംഗ്, ആംലെസ് എയർകൂപ്പ് പൈലറ്റ്, ആംലെസ് തൈക്കോണ്ടോ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ, കൈകളില്ലാതെ കാലുകൾ കൊണ്ട് ആദ്യമായി വിമാനം പറത്തിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ഇൻസ്പിറേഷൻ അവാർഡ്സ് ഫോർ വിമൻ 2012, ടക്സൻ വിമൻ ഓഫ് ദി ഇയർ, ഹോണററി ഡോക്ടറേറ്റ് എന്നിങ്ങനെ
അനവധി നേട്ടങ്ങളും അംഗീകാരങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. വൈകല്യങ്ങൾ ഉണ്ടായേക്കാം. അവ നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. എന്നാൽ അവയെ അതിജീവിക്കാൻ കഴിയുക എന്നത് നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. വൈകല്യങ്ങളെക്കുറിച്ച് പരിതപിച്ച് നിരാശപ്പെട്ടിരിക്കാനാണ് എളുപ്പം. അതാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. എന്നാൽ അതിനെയൊക്കെ അവസരങ്ങളായി കാണാനും അവയെ അതിജീവിച്ച് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാനും ഒരാൾ തീരുമാനിച്ചാൽ തീർച്ചയായും അത് സാധ്യമാണ്. അതിനുള്ള മനസ്സും കഠിനാധ്വാനവും ഉണ്ടായാൽ മതി. നിരാശയല്ല വേണ്ടത്. ജീവിതത്തിൽ വിജയിക്കാനുള്ള മനക്കരുത്തും പരിശ്രമവുമാണ് ഉണ്ടാകേണ്ടത്. വൈകല്യങ്ങൾ ഉള്ളവരായാലും അല്ലാത്തവരായാലും. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.